റവ വെച്ച് നമുക്ക് നല്ലൊരു കിടിലൻ ഐറ്റം തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിനാണോ റവ എടുക്കുന്നത് വെച്ചെങ്കിൽ അതേ കപ്പിന് തന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അളന്നെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഗ്ലാസ്സാണ് എടുക്കുന്നത് വെച്ചെങ്കിലും അതേപോലെ തന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അതേ ഗ്ലാസ് തന്നെ അളന്നെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ റവ എടുത്ത അതേ കപ്പിന് തന്നെയാണ് 1 കപ്പ് പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഞാനിതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം റവ പെട്ടെന്ന് തന്നെ ഒന്ന് ഇത് പുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഉണ്ടെച്ചെങ്കിൽ നമുക്ക് സാധാ നോർമൽ പാൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെറിയൊരു ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളിതിലോട്ട് ഒരു ഇളം ചൂടുള്ള പാൽ ചേർത്തത് കൊണ്ട് തന്നെ ഒരു 15 മിനിറ്റ് വെക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നോർമലായിട്ടുള്ള പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെച്ചെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഒരു 15 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആ റവയും പാലും കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തതും അതേപോലെ തന്നെ കാഷ്നട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 1 സ്പൂണ് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ വെളുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറുത്ത എള്ളാണെങ്കിൽ അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കട്ടോ. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുതിർക്കാനായിട്ട് വെച്ച റവ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഇതിലോട്ട് ഒഴിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട കുത്തും. ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ടുണ്ടെന്ന് വഴറ്റിയെടുക്കട്ടോ. ഇത് നമ്മൾ നെയ്യിലിട്ടിട്ട് നന്നായിട്ടുണ്ടെന്ന് വറുത്തെടുക്കട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടകളൊക്കെ ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് സ്പാച്ചില കൊണ്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കട്ടോ. 1 മിനിറ്റോളം സമയം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ആ നെയ്യിൽ കിടന്നിട്ട് ഈ റവ നന്നായിട്ട് തന്നെ ഒന്ന് വറന്ന് കിട്ടണം. അപ്പോൾ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് മറ്റൊരു പാൻ നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ റവയും പാലൊക്കെ എടുത്ത അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മളിത് കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരുപോലെ ഉരുക്കി വരാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കാരമലൈസ് ചെയ്തെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ.
അപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് തന്നെ ഉരുകി വരുന്നുണ്ട്. ഇത് ഷുഗർ നന്നായിട്ടൊന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്കതിലോട്ട് 1 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. റവയും പാലൊക്കെ എടുത്ത് അതേ കപ്പിന് തന്നെ 1 കപ്പ് പാൽ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. ഷുഗർ നന്നായിട്ട് തന്നെ കാരമലൈസ് ചെയ്ത് വന്നതിന് ശേഷം നമ്മളിത് പെട്ടെന്ന് തന്നെ ഇതിലോട്ട് പാൽ ഒഴിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നത്തെ ഒരു ചെറിയൊരു കരിഞ്ഞ ചവ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പാൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് 1 കപ്പ് പാലാണ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഷുഗറൊക്കെ ഒന്ന് കട്ട പിടിക്കും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ ഇളക്കിയെടുത്താൽ അത് പഴയ രൂപത്തിൽ തന്നെ ഉരുകി വരും കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പാലൊഴിച്ച് ഇത് ഷുഗർ ഉരുക്കിയെടുക്കരുത്. അപ്പോൾ പാൽ പിരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പോളം പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഉരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടായിട്ടുള്ള ഷുഗറൊക്കെ നന്നായിട്ട് തന്നെ ഉരുകി വന്നതിന് ശേഷം നമ്മളിതിലോട്ട് ബാക്കിയുള്ള 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് പാലാണ് നമ്മളിതിലോട്ട് ഒഴിച്ച് കൊടുത്തത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റവ വറുത്തെടുത്തപ്പോഴൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിയാൽ മതി കേട്ടോ അതിൽ. പിന്നെ നമ്മളിതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്വീറ്റിന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏലക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത റവ ഉണ്ടല്ലോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ആ പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ ആ ഒരു പരുവായി വരുന്നവരെ നമുക്കിത് ഇളക്കിയെടുക്കാം. ഇനി നമ്മളിതിലോട്ട് നമ്മൾ വറുത്തെടുത്ത ബദാമും കാഷ്നട്ടൊക്കെ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രൂപത്തിൽ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല അടിപൊളിയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമ്മളിതുപോലെ കുറേ സ്വീറ്റൊക്കെ കടയിലൊക്കെ പോയി വാങ്ങി കൊടുക്കണേക്കാട്ടിലും വീട്ടിൽ തന്നെ ഇതേപോലെയൊക്കെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ഹെൽത്തിയും കൂടെ ആവും ചെയ്യും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വറുത്തെടുത്ത കാഷ്നട്ടും അതേപോലെ തന്നെ ബദാമും കുറച്ച് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിപ്പോൾ തന്നെ ഒരു പാത്രത്തിലോട്ട് വെച്ച് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.